അങ്ങനെ ഫൈനലി നമ്മളെല്ലാവരും കാത്തിരുന്ന ആ സുദിനം വന്നെത്തി ഗൈസ്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലർ ഒഫീഷ്യലി മാർവൽ റിലീസ് ചെയ്തു. ആക്ച്വലി ഇതിന് മുമ്പ് തന്നെ സിനിമാക്കോണിൽ ഈ ട്രെയിലർ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഇതിൻ്റെ ഒരുപാട് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് ലീക്സ് ഉണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ ട്രെയിലർ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡിസ്ക്രിപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഡിറ്റോ എന്തൊക്കെയാണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഈ ട്രെയിലറിൽ വന്നിട്ടുള്ളത്. ആക്ച്വലി ഇതിന് മുമ്പ് ഇതേപോലെ തന്നെയൊക്കെയുള്ള സംഭവങ്ങൾ AI വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് AI ആയിട്ട് തോന്നിയത്. പക്ഷേ ഇപ്പോൾ ഒറിജിനൽ ട്രെയിലർ വന്നപ്പോൾ അപ്പോൾ ഇവന്മാരൊക്കെ ചുമ്മാറങ്ങ് തള്ളി വിട്ടതല്ല, എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. ആക്ച്വലി 24, 25 ആ ഡേറ്റുകളിലാണ് കോമിക്കോൺ നടക്കുന്നത്. അതിൽ നമ്മുടെ മാർവൽ ആണെങ്കിൽ ഹാൾ വെച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ മെയിനായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ അവിടെ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഈ ഒരു ട്രെയിലർ റിലീസ് ആവുന്നതാണ് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒട്ടുമിക്ക എല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് മുമ്പ് പെട്ടെന്ന് ഇങ്ങനെ ഇറക്കി വിടുന്ന ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും നന്നായി. ചിലപ്പോൾ ആ ഒരു ടൈമിൽ ആ ഒരു കോമിക്കോൺ നടക്കുന്ന ആ ഇവൻറ്റിൻ്റെ ടൈമിൽ വേറെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലിപ്പോ ചിലപ്പോൾ ഒരു എക്സ്ട്രാ ടീസറോ ചിലപ്പോൾ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് ബ്രേക്ക് ഡൗണിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ട്രെയിലറിൻ്റെ ഓപ്പണിംഗ് സീന്. ഈ ഓപ്പണിംഗ് സീന് ഇതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ എക്സ്മെൻസിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ടൈമിൽ, നമ്മുടെ എക്സ്മെൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ടൈമിലും ആ ട്രെയിലർ അങ്ങനെ തന്നെയാണ് ഓപ്പൺ ആവുന്നത്. ആ സെയിം ഇൻട്രോ തന്നെയാണ് ഈ ട്രെയിലറിൻ്റെ ഓപ്പണിങ്ങിലും വെച്ചിട്ടുള്ളത്. നമ്മുടെ ചാൾസ് ക്സേവിയറിൻ്റെ ആ എക്സ്പാൻഷൻ കാണിച്ചുകൊണ്ടുള്ളത്. അതായത് പൊട്ടിത്തകർന്നിട്ടുള്ള ആ എക്സ്പാൻഷൻ. ചിലപ്പോൾ ആ ഒരു ഇൻകേഴ്സിൻ്റെ ആ സംഭവങ്ങളൊക്കെ കാരണം ആ എക്സ്പാൻഷൻ തന്നെ തകർന്നിട്ടുണ്ടാവും. അവിടെ നിന്നാണ് ഈ സംഭവം കാണിക്കുന്നത് തന്നെ. അതിനുശേഷം അതിൻ്റെ അടുത്ത ഷോട്ടിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചാൾസ് ക്സേവിയറിനെയാണ്. പുള്ളി ജനലിൽ കൂടെ നോക്കുമ്പോൾ എന്തോ ആകാശത്ത് എന്തോ വലിയൊരു പൊട്ടിത്തെറി പോലത്തെ സംഭവം നടക്കുകയാണ്. അത് പുള്ളി ഒരു ഇൻകേഴ്സിനായിരിക്കും അവിടെ കാണുന്നത്. അതായിരിക്കും നമ്മൾ ട്രെയിലറിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കിട്ടിയപ്പോൾ അതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. സോ ഒരു ഇൻകേഴ്സൺ തന്നെയായിരിക്കും അവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലാസ്റ്റോ അല്ലെങ്കിൽ ഇതിന് മുമ്പ് നമ്മുടെ എക്സ്മെൻസ് അവഞ്ചേഴ്സും ഫൈറ്റ് ചെയ്യുന്ന പോലെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. സോ ചിലപ്പോൾ അവർ തമ്മിൽ ഫൈറ്റ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇറങ്ങി വരുന്ന ആരെങ്കിലും ആയിരിക്കും. മിക്കവാറും അതൊരു ഇൻകേഴ്സൺ തന്നെ ആവാനാണ് ചാൻസ്. അങ്ങനെ നമ്മുടെ ചാൾസ് ക്സേവിയറിൻ്റെ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വോയിസ് പോകുന്നുണ്ട്. വേറെ ആരുടെ അല്ല, ഐ തിങ്ക് അത് നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ തന്നെയാണ്. അങ്ങനെ ആ വോയിസ് പറയുന്നത് വേറെ ഒന്നുമല്ല, എന്തോ ഒന്ന് വലുത് വരാനുണ്ട്, ചിലപ്പോൾ നമ്മളെക്കൊണ്ട് തടയാൻ പറ്റാത്ത ഒന്നായിരിക്കും ആ സംഭവം എന്ന്. അതിനുശേഷം ആ ക്യാരക്ടർ വീണ്ടും പറയുന്നുണ്ട്, അതായത് ഈ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാ കാര്യത്തിലും എന്തായാലും ഒരു തീരുമാനമാവുന്നു. മിക്കവാറും ഡൂംസ്ഡേ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അതായത് ആ ദിവസം. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ഫസ്റ്റ് ലുക്ക്. ആക്ച്വലി ഈ ഒരു ഇതിൽ നമ്മുടെ ഈ ഡോക്ടർ ഡൂമിൻ്റെ വോയിസ് തന്നെ വേറെ തന്നെ ഒരു ആക്സെൻറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ RDJയുടെ വോയിസാണ്, അത് തന്നെ നമുക്ക് മനസ്സിലാവില്ല. ഇനിയാണോ? അതിലായിരിക്കൂ. അതിനുശേഷം കാണിക്കുന്ന വേറെ ഒന്നല്ല, നമ്മുടെ സ്വന്തം അവഞ്ചേഴ്സ് ടവറാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ന്യൂ അവഞ്ചേഴ്സുള്ള ആ ന്യൂ അവഞ്ചേഴ്സിൻ്റെ ടവർ. അങ്ങനെ അവിടെ ആ സംഭവം തുറന്നിട്ട് കയറി വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ തോറ് പിന്നെ ഫാന്റാസ്റ്റിക് ഫോർ മെമ്പേഴ്സും. എന്തായാലും ഈ ട്രെയിലറോടെ ഒരു കാര്യം ഉറപ്പായി, അതായത് തണ്ടർബോൾട്സിൻ്റെ എൻഡ്, അതായത് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ആ ഷിപ്പ് എടുത്ത് 616 എൻ്റർ ആവും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോഴേ നമ്മൾ കുറച്ച് ഗസ്സൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് അതിൽ ചിലപ്പോൾ എല്ലാ മെമ്പേഴ്സും ഉണ്ടാവില്ല, ചിലപ്പോൾ 1-2 ക്യാരക്ടേഴ്സ് മാത്രമേ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിലെന്തായാലും നമ്മുടെ എല്ലാ ഫാന്റാസ്റ്റിക് ഫോർ മെമ്പേഴ്സും ഉണ്ട്. അതായത് ഇതിന് ശേഷമുള്ള അടുത്ത സീനൊക്കെ കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ ജോണി സ്റ്റോമിനെയും സൂസൻ സ്റ്റോമിനെയും ബെൻഗ്രിമിനെയും എല്ലാവരും കാണിക്കുന്നുണ്ട്. അവരെല്ലാവരും നമ്മുടെ എർത്ത് 616 എത്തി. പക്ഷേ ഡൗട്ട് ഫ്രാങ്ക്ലിൻ ഉണ്ടോ എന്നുള്ളതാണ്. മിക്കവാറും ഫ്രാങ്ക്ലിൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ തന്നെ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ അടുത്തേക്ക്, അതായത് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ തന്നെ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് ഡോക്ടർ ഡൂം നിൽക്കുന്ന പോലെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. മിക്കവാറും ആ ചെറുക്കനെ ഈ ഡോക്ടർ ഡൂം തട്ടിക്കൊണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഇവർ അവിടെയൊക്കെ എൻ്റർ ആകുമ്പോൾ തന്നെ അവിടെ ഓൾറെഡി കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക, അതായത് ഇപ്പോൾ ഫാൽക്കൺ ആയിട്ടുള്ള നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക, സാമുൽസൻ്റെ ക്യാപ്റ്റൻ അമേരിക്ക, പിന്നെ നമ്മുടെ ബക്കി ബാൺസ്, ആൻഡ്മാൻ, പിന്നെ ബാക്കി നമ്മുടെ തണ്ടർബോൾട്സിൻ്റെ ടീമുണ്ടല്ലോ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അവിടെ ഒരു വട്ടമേശ സമ്മേളനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വരാൻ പോകുന്ന ത്രെട്ടിനെ കുറിച്ചൊക്കെ എല്ലാവരും പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തോർ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് പുള്ളി ഒരുപാട് വോറിയേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വോറിയേഴ്സിൻ്റെ കൂടെ പുള്ളി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൂമിലുള്ള എല്ലാവരുടെയും പവേഴ്സും കൂട്ടിച്ചേർത്താൽ പോലും അവരുടെ അത്രയും പവേഴ്സിൻ്റെ അടുത്ത് എത്തില്ല. അങ്ങനെയുള്ളവരുടെ കൂടെ പുള്ളി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരെല്ലാവരും മരിച്ചു. എന്തുകൊണ്ട്? എനിമീസിനെ ഫേസ് ചെയ്തിട്ട്. പക്ഷേ അതൊന്നും കാരണം നമ്മുടെ തോർ ഇതുവരെയും പേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരെണ്ണത്തിനെ കണ്ടിട്ട് പുള്ളി പേടിക്കുകയാണ്. വേറെ ആരെ? ഡോക്ടർ ഡൂം. അങ്ങനെ ഇത് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതായത് അവരുടെ ആ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ സമയത്ത് തന്നെ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ നിൽക്കുന്നതിൻ്റെ അവിടെ ബാക്കിൽ ഒരു സ്ക്രീൻ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി ആ സ്ക്രീനിൽ 3 എർത്തുള്ള പോലെ കാണാൻ പറ്റും. അങ്ങനെ 3 ഒരുമാതിരി ഇൻ്റർകണക്റ്റ് ആയിട്ടുള്ള പോലെ. അതായത് ഈ 3 എർത്തുകൾ തമ്മിലാണ് ഇപ്പോൾ ഇൻകേഴ്സൺ നടക്കാൻ വേണ്ടി പോകുന്നത്. മോസ്റ്റ് പ്രോബബ്ലി അതൊന്ന് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സ് ആയിരിക്കും, മറ്റൊന്ന് നമ്മുടെ എക്സ്മെൻസിൻ്റെ ഒക്കെ ആ യൂണിവേഴ്സും, പിന്നെ ഒന്ന് നമ്മുടെ എർത്ത് 616ഉം. സോ ഒരു പക്ഷേ ഇത് മനസ്സിലാക്കണം, ഇതിനെക്കുറിച്ച് വാൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ എർത്ത് 616 വരുന്നത്. അങ്ങനെ ഇവർ വന്ന് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഹീറോസിനെയൊക്കെ നമ്മുടെ തണ്ടർബോൾട്സ്, അതായത് ന്യൂ അവഞ്ചേഴ്സ് വിളിച്ചു കൂട്ടിയിട്ട് ഇതൊക്കെ വാൺ ചെയ്യാനും ഇതിനൊക്കെ തടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ എക്സ്മെൻ യൂണിവേഴ്സിലേക്ക് പോകുന്നത്. അങ്ങനെ അതിന് മുമ്പൊക്കെ നടക്കുന്ന ഒരു സംഭവമായിരിക്കും ഇത്.
പക്ഷേ അതിന് മുമ്പേ തന്നെ അവർക്ക് ഓൾറെഡി നമ്മുടെ ഡൂമിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ ഓൾറെഡി ഡൂമായിട്ട് എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടാവും. അത് കാരണമായിരിക്കും അവർക്ക് ഇങ്ങനെയൊക്കെ നടക്കാൻ പോകുന്ന കാര്യം ഇതിൻ്റെയൊക്കെ ഒരു പർപ്പസ്, അതായത് ഒരു മെയിൻ സംഭവമായിട്ട് നമ്മുടെ ഡൂം ആണെന്നുള്ളതിനെ പുള്ളി ചിലപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് നമ്മുടെ അവഞ്ചേഴ്സ് എക്സ്മാൻ യൂണിവേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു ഷോട്ടാണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നെമോറിനെയാണ്. പിന്നെ നെമോറിനെയും നമ്മുടെ ഷൂറിനെയാണ് വക്കാണ്ടൻസിനെ. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. നെമോർ വെള്ളത്തിൻ്റെ അടിയിലൊന്നും അല്ല ഉള്ളത്. അതായത് ആ സ്ഥലം മൊത്തം ഒരു വറ്റി വരേണ്ട മരുഭൂമി പോലെ ഉള്ളത്. എന്താ സംഭവിച്ചതെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ. അതിനുശേഷം പിന്നെ നമ്മുടെ തോറ് പുള്ളിയുടെ ഫുൾ റേജിൽ പുള്ളിയുടെ തണ്ടപ്പവേഴ്സുമായിട്ട് ഒരാളുടെ മുമ്പിൽ വന്ന് ഇറങ്ങാണ്. ആക്ച്വലി അത് ഡോക്ടർ ഡൂമിൻ്റെ മുമ്പിലാണ് വന്ന് ഇറങ്ങുന്നത്. ഇത് പക്ഷേ നമ്മുടെ എർത്ത് 616 അല്ല. കാരണം ആ പൊട്ടി പൊളിഞ്ഞെടുക്കുന്ന സാധനങ്ങളും ആ സെൻറ്റിനൽ റോബോട്ട്സിനെയൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും അത് നമ്മുടെ X1 യൂണിവേഴ്സാണ്. അതായത് ഈ സെയിം സംഭവങ്ങൾ വെച്ചിട്ടുള്ള തന്നെ ഒരു ലീക്ക്ഡ് വീഡിയോ നമ്മുടെ ഈ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒരു ക്ലിപ്പ് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവത്തിലുണ്ടായിരുന്ന അതേ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു സംഭവം നടക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ തോറ് ഡോക്ടർ ഡൂമിനെ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ഒരു സംഭവമാണ് ഇപ്പോൾ ഇത്. അങ്ങനെ നമ്മുടെ തോറ് പുള്ളിയുടെ സകല റേജിൽ സകല തണ്ടപ്പവേഴ്സുമായിട്ട് ആ എനിമീനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡൂമിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. പക്ഷേ ഡൂമോ പുല്ല് പോലെ വെറും 2 വിരലാണ് പുള്ളിയുടെ ആ സ്ട്രോം ബ്രേക്കർ തടുത്ത് നിർത്തുന്നത്. അപ്പോൾ ആ ഡൂമിൻ്റെ ലെവലൊന്ന് ആലോചിച്ച് നോക്കിയേ. അതേപോലെ തന്നെ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, അവർ വട്ടമേശ സമ്മേളനം കൂടിയിട്ട് എന്തോ ഒരു വലിയ മിഷന് വേണ്ടി പോകാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ തോർ ആ സ്പീച്ച് കൊടുക്കുന്നതെന്ന്. ആ സ്പീച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ തോറ് ഓൾമോസ്റ്റ് പേടിച്ചിട്ടുള്ള ഒരു രീതിക്കാണ് സംസാരിക്കുന്നത്. അതായത് ഈ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും പുള്ളിക്ക് അറിയില്ല. കാരണം ഒരു മിറക്കൾ വേണം, അതായത് ഒരു അത്ഭുതം സംഭവിച്ചാലേ എല്ലാം നല്ല രീതിക്ക് നടക്കും എന്നൊക്കെ പുള്ളി തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആ അവഞ്ചേഴ്സും ആ എക്സ്മെൻസും തമ്മിലുള്ള ആ ഫൈറ്റാണ്. നമ്മുടെ സൈക്ലോപ്സൊക്കെ പുള്ളിയുടെ ലേസർ വിഷനൊക്കെ ഓണാക്കിയിട്ട് കൊല്ലാൻ വേണ്ടി വരികയാണ്. അതേ ടൈമിൽ നമ്മുടെ ഗാംബിറ്റും ഷാങ്ചിയും തമ്മിലവിടെ ഫൈറ്റ് കിടക്കാണ്. അതായത് ഇതിന് മുമ്പ് നമ്മൾ പ്ലോട്ട് ലീക്കിലും ആ ട്രെയിലർ ലീക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ആ സെയിം കാര്യങ്ങളാണ് പിന്നെ കാണിക്കുന്നത്. അതായത് ഗാംബിറ്റ് നമ്മുടെ ഷാങ്ചിയും പുള്ളിയുടെ അതായത് ഷാങ്ചിയുടെ ടെൻഡ്രിക്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ യെലേനബെല മിസ്റ്റീക്കായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. മിസ്റ്റീക്ക് ആണെങ്കിൽ അവളുടെ അതായത് യെലേനബെലയുടെ അതേ രൂപം എടുത്തിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോലെ തന്നെ. അതിനുശേഷമാണ് പിന്നെ നമ്മുടെ മെയിൻ നായകനെ കാണിക്കുന്നത്, ലോക്കിനെ. ലോക്കി ആണെങ്കിൽ പുള്ളിയുടെ ആ കയ്യിൽ എന്തോ ഒരു കാർഡ് പോലെ നമ്മുടെ ടിവിയുടെ ഒരു കാർഡ് പോലത്തെ ഒരു സാധനം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സീന് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് ലോക്കി പോയിട്ടുള്ളപ്പോൾ ആ ഒരു സംഭവം ആയിരിക്കണം ഇത്. കാരണം മെയിനായിട്ട് നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ആണല്ലോ ഇതിൻ്റെ ഒരു മെയിൻ സംഭവമായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. കാരണം പുള്ളി ആ പാസ്റ്റിൽ പോയി നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു ഇവൻ്റ് തന്നെ നടക്കാൻ വേണ്ടി പോകുന്നത്. അത് കാരണമാണ് നമ്മുടെ ഡൂമിനാണെങ്കിൽ സ്റ്റീവ് റോജേഴ്സിനെ കണ്ടെടുത്താൽ കണ്ടുവിടാം. സോ ആ ഒരു സംഭവത്തിൽ നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലോക്കി പോയപ്പോൾ ഉള്ളൊരു സംഭവം ഒരു സീനായിരിക്കണം ഇത്. അതിനുശേഷം നമ്മുടെ വക്കാണ്ടൻസ് ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിരുന്ന ഇപ്പോൾ നമ്മുടെ ന്യൂ അവഞ്ചേഴ്സിന്, അതായത് ഇപ്പോൾ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ മെമ്പേഴ്സൊക്കെ അവരുടെ കൂടെ ചേർന്നിട്ടുണ്ട്. അവരെ മീറ്റ് ചെയ്യാണ് നമ്മുടെ കിങ് എംബാക്ക് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ ഓൾറെഡി വക്കാണ്ടൻസിൻ്റെ ട്രെയിലർ കണ്ടിട്ടുള്ള ആ സെയിം സാധനം തന്നെ. അങ്ങനെ എല്ലാവരും മരണ അടിയാണ് ആരോ അടിക്കുന്നത്. ആരാണ് അടിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. ഒരു പക്ഷേ നമ്മുടെ ഡൂമിനെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എക്സ്മെൻസ് നമ്മുടെ അവഞ്ചേഴ്സിനെ എക്സ്മെൻസുമായിട്ടുള്ള ഫൈറ്റ് ആയിരിക്കും അവരിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ. അങ്ങനെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഷിപ്പിൻ്റെ അകത്തുനിന്ന് നമ്മുടെ തോറിനെ ഒരാൾ വിളിക്കുന്നത്. ഹേ പാൽ എന്ന് പറഞ്ഞിട്ട്. വേറെ ആര്? സ്റ്റീവ് റോജേഴ്സ്, ക്യാപ്റ്റൻ അമേരിക്ക. അങ്ങനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ തോറ് അഫ്കോഴ്സ് പറയുന്നത് എന്തായിരിക്കും, ഇത് വിശ്വസിക്കില്ല. പുള്ളി പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്നാ. അങ്ങനെ പുള്ളിക്ക് വിശ്വാസമാവാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിന് നേരെ പുള്ളിയുടെ മ്യോളർ നീട്ടു. അതായത് അത് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിന് മാത്രമേ അതല്ല പുള്ളി അല്ലാതെ പൊക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പോൾ. സോ അത് പൊക്കിക്കഴിഞ്ഞാൽ സ്റ്റീവ് റോജേഴ്സ് ആണെന്ന് കൺഫേം ചെയ്യാലോ അതിന് വേണ്ടിയിട്ട്. അങ്ങനെ പുള്ളി നീട്ടിയതും നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് അത് സമൺ ചെയ്യും. അത് പുള്ളിയുടെ കയ്യിലേക്ക് പോവുകയും ചെയ്യും. സോ ഇപ്പം മനസ്സിലായി, അതായത് നമ്മുടെ ആ ലീക്ഡ് ആയിട്ടുള്ള ആ വീഡിയോയിൽ നമ്മുടെ സ്റ്റീവ് റോജേഴ്സിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഹാമറിൽ ക്രാക്കൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരുപാട് റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ഓൾറെഡി പാസ്റ്റിൽ നമ്മുടെ എൻഡ് ഗെയിമിൽ തോറിൻ്റെ ഒരു ഹാമർ വെക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടാവും. സോ ആ ഒരു ടൈമിലുണ്ടായിരുന്ന ആ ഹാമറിനെയാണ് തിരിച്ചിട്ട് പുള്ളി എടുത്തിട്ട് കൊണ്ടുവരുന്നത് ഈ പടത്തിലേക്ക് നോക്കും. സോ അതല്ല, ഇത് നമ്മുടെ തോറിൻ്റെ കയ്യിലുള്ള ഇപ്പം കറണ്ടായിട്ടുള്ള ആ പൊട്ടിപ്പൊടിഞ്ഞിട്ടുള്ള മ്യോളറിനെയാണ്. ഇനി ഇവർ മീറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അത് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ആ ഷിപ്പിലാണ്. സോ ഫാന്റാസ്റ്റിക് ഫോറിന് ഓൾറെഡി നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനെ അറിയാമായിരിക്കും. കാരണം ഇതിൻ്റെ പ്ലോട്ട് ലീക്ക് പ്രകാരം ലീക്കായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ഓൾറെഡി ഇപ്പോൾ താമസിക്കുന്നത് ആ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സിലാണെന്നും അങ്ങനെ ഡയറക്റ്റ് ഇതൊക്കെ മനസ്സിലായത് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ ആണ് സ്റ്റീവ് റോജേഴ്സിനെ മീറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി വരുന്നതെന്നും. സോ ഇപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ എക്സ്മെൻ യൂണിവേഴ്സിലേക്ക് പോകുന്നതായിരിക്കണം ഇതൊക്കെ തടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കണം ആ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഷിപ്പിൽ വെച്ചിട്ട് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനെ തോർ കാണുന്നത്. കാരണം അങ്ങനെ അവനെ വഴിയുള്ളൂ. കാരണം എന്തായാലും എക്സ്മെൻസും അവഞ്ചേഴ്സും ആയിട്ടുള്ള ആ ഒരു ഫൈറ്റിൽ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ഓൾറെഡി എന്തായാലും ഉണ്ട്. സോ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവരെന്തായാലും മീറ്റ് ചെയ്തിട്ടുണ്ടാവണം. സോ ഈ ഒരു സീനും കാണിച്ചുകൊണ്ട് നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്നുള്ള ടൈറ്റിലും ഇട്ടിട്ട് വീണ്ടും ആ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായി പടത്തിന് വേണ്ടിയിട്ടുള്ളത്. ഇവിടെയാണ് ട്രെയിലർ എൻഡ് ആവുന്നത്.
സോ ഈ ട്രെയിലർ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് വലിയൊരു ഗൂസ് ബംസ് തോന്നാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഓൾറെഡി നമുക്ക് ലീക്കായിട്ടും ഇതായിട്ടും ചോർന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവന്മാർ ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളത്. അതായത് ഓൾറെഡി ഈ ട്രെയിലർ സിനിമാക്കോണിൽ ഇട്ട് കാണിച്ചു കഴിഞ്ഞു. ആ സെയിം സാധനം തന്നെയാണ് ഇവന്മാർ ഇപ്പോൾ നമുക്ക് ഇട്ട് കാണിച്ചിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആ ട്രെയിലറൊന്ന് കട്ട് ചെയ്തിട്ട് വേറെ രീതിക്കെങ്കിലും മാറ്റായിരുന്നു. കാരണം ആ ലീക്കായിട്ടുള്ള സെയിം സാധനം തന്നെ ഓൾറെഡി എന്നെപ്പോലുള്ള ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഇട്ട് അരച്ച് എല്ലാവരും ഇപ്പോൾ ഓൾറെഡി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞു. എന്നിട്ടിത് കണ്ടപ്പോൾ എന്തോ ഒരു വൗ ഫാക്ടർ മിസ്സായതുപോലെ എന്ന് വിചാരിച്ചിട്ട് മോശമാണെന്നല്ല, ഇതുവരെ ഒന്നും ഇല്ലാത്തതിന് എന്തെങ്കിലുമൊക്കെ കിട്ടില്ല, അതന്നെ വലിയ കാര്യം. സോ ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.